നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും നമ്മൾ കോന്നി ഇക്കോ ടൂറിസത്തിന്റെ അടവിയിലുള്ള കൊട്ടവഞ്ചി സവാരിയിലേക്ക് എത്തിയേക്കാണ് നമ്മളിവിടെ. മുണ്ടുവഴി വെയിറ്റിംഗ് ഷെഡിന്റെ അവിടെ നിന്ന് നേരെ വരുമ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് കൊട്ടവഞ്ചിയുടെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയകളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പൊ അവര് പോയി കാണാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു മാർബിളിന്റെ ഒരു ബെഞ്ചാണ് കണ്ടോ. അതിന്റെ മുകളിൽ ഇതുപോലെ തന്നെ സെയിം ഇവിടെ കൊണ്ടുവരണം കണ്ടോ. നമ്മളെ വരവേൽക്കാൻ തന്നെ വാനരന്മാരെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടത് ഞാൻ വീഡിയോ എടുക്കുക. പ്ലാസ്റ്റിക് എടുക്കണം. ഇവിടുത്തെ സ്ട്രക്ചറിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ഇതാണ് ടോപ്പ് വ്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ. കുട്ടവഞ്ചിയുടെ സവാരിയുടെ ടൈമിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് വാനരന്മാരുടെ ഒരു കൂട്ടം തന്നെ കേട്ടോ. മേളിൽ ഇരിപ്പുണ്ടോ. ആശമാർ ഇവിടെ വരുന്നവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരിക്കും. എടുക്കാമോ? എത്ര എന്റെ പേര് എടുക്കത്തില്ല. ക്യാഷ് എടുക്കത്തില്ല. കാർഡ് ഗൂഗിൾ പേ ഇല്ല. ഞാൻ നാട്ടിലുള്ള ക്യാഷേ ഉള്ളു. കാർഡേ ഉള്ളു. ഇനി ഗൂഗിൾ പേ ഇല്ല. ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, പക്ഷെ അത് വർക്കാക്കില്ല. അതാണ് അവിടുത്തെ നമ്പറിൽ OTP കയറും. പേര് വിഷ്ണു. രണ്ടുപേരും പേരാണ്. അനുഷ് ആറന്മുള. ഇവിടെ പുതുക്കിയ നിരക്ക് എഴുതിയിട്ടുണ്ട്. 600 രൂപയാണ്. ഷോർട്ട് റൈഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അതീവ സുന്ദരമായ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ബാമ്പുവിന്റെ ഒരു ഡിസൈനാണ് എല്ലായിടത്തും കൊടുത്തേക്കുന്നത് കേട്ടോ. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സ്ട്രക്ചറാണ് എല്ലാം കൊടുത്തേക്കുന്നത്. മുണ്ടോമൊഴി ടിക്കറ്റ് കൗണ്ടറാണിത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത ആവശ്യമുണ്ട്. 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ 4 പേർക്ക് സഞ്ചരിക്കാം. പോകുന്ന വഴിയെല്ലാം ചെടികളെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇത് പാവിങ് എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അതിന്റെ മണ്ടയ്ക്കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ ബാമ്പുവിന്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തേക്കുന്നത്. അത് സ്റ്റീൽ തന്നെയാണ്. പിന്നെ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. അവിടെ റെസ്റ്റോറന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹസ്കിയുടെ ടൈപ്പുള്ള ഒരു പട്ടിയാണ് കണ്ടോ. നല്ല ഉറക്കത്തിലാണ് ആശാൻ. ഇവിടുന്ന് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു കൗണ്ടർ അതിൻ്റെ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് കയറാമെന്ന് വിചാരിച്ചോ. നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇതിവിടെ കേട്ടോ. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാനും. ഈ കെട്ടിടമാണെങ്കിൽ നല്ല തണലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. എല്ലാവരും ഇവിടെ വരണം കേട്ടോ. സീസൺ തുടങ്ങുന്നതിന് മുമ്പേ വന്നതുകൊണ്ട് നമുക്കിവിടെ കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ആള് കുറവാണ്, പൊതുവെ ആള് കുറവാണ്. അതുകൊണ്ട് ആ ഭാഗത്തെല്ലാം കൊട്ട അടുക്കി വെച്ചിട്ടുണ്ടേ. കൊട്ടയൊക്കെ അടുക്കി വെച്ചേക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. മാക്സിമം 4 പേരാ. എന്ത് കാണിച്ചടാ. 4 പേർക്കാണ് ഒരു കൊട്ടയിൽ പോകാൻ പറ്റുന്നത് കേട്ടോ. അതിന് 600 രൂപയാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്.
ശരിക്കും ഇപ്പം വെള്ളം കുറവാണല്ലോ, വെള്ളവും കുറവാണ്, ആളും കുറവാണ്. അപ്പോൾ ഈ സമയത്ത് കൊട്ടകളെല്ലാം എടുത്ത് മാറ്റി വെച്ചേക്കാണോ, അടുക്കി ഒതുക്കി വെച്ചേക്കാണോ. അത് വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയൊക്കെ അടുക്കി വെച്ചേക്കുണ്ടോ. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ചൂരലും മുളയും എല്ലാം കൂടെ ഉപയോഗിച്ചുള്ള ഒരു കൊട്ടയാണ് ഇത് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റെ പുറം ഭാഗത്തൊരു കോട്ടിംഗ് ഉണ്ട്, ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണെന്ന് തോന്നുന്നു, വെള്ളം കയറാതിരിക്കാൻ വേണ്ടി. ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയത്തില്ല, ഒന്ന് നോക്കാം. ഫസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ സംരക്ഷിത വനമാണ് ഇത്. അതിന്റെ ഒരു ഫുൾ ഹിസ്റ്ററി ഇതിനകത്ത് മുഴുവനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത് തന്നെ കോന്നി ആനക്കുടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ തേക്കിൻ കാടുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. രണ്ട് സൈഡിലും തൂണ് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കാണ് ഈ വൈറ്റ് ബോർഡ് കണ്ടോ. നല്ല രസമുണ്ട്. അതിനകത്ത് ഡിസൈൻ എല്ലാം അടിച്ചിട്ടുണ്ട് കണ്ടോ. സൈഡിൽ ഒരു ബോർഡർ എടുത്തിട്ടുണ്ട്. കോന്നി ഡിവിഷൻ ഇതെല്ലാം ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. മുമ്പിൽ നമ്മൾ കാണുന്നത് ഒരു തടിപ്പാലമാണ് കണ്ടോ. ഇതൊരു ട്രഞ്ചാണ്, ഇവിടുന്ന് കട്ട് ചെയ്തിട്ടേക്കോ. എനിക്ക് തോന്നുന്നു ഇനി ആന വല്ലതും കയറാതിരിക്കാൻ വേണ്ടി ചെയ്തായിരിക്കണം. എത്ര മണി വരെയുണ്ട്? 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ഒരു സ്റ്റാഫാണ് ഇപ്പോൾ പറഞ്ഞത്. ഇവിടെ നിന്ന് എത്ര ദൂരം പോകണമെന്ന് അറിയത്തില്ല. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കൊട്ട കമഴ്ത്തി ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വർഷങ്ങൾ പഴക്കമുള്ള ഒരു തേക്കാണ് അത്. ഇവിടെ കണ്ടോ അടിപൊളിയായിട്ട് ഡസ്റ്റ്ബിൻ വെച്ചേക്കുന്നത് കണ്ടോ. മരത്തിൻ്റെയാണ് വെച്ചേക്കുന്നത് കണ്ടോ. മരത്തിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഒറ്റ തൂണയിൽ കണ്ടോ കൊട്ട കമഴ്ത്തി വെച്ചേക്കാണ്. അതിൻ്റെ അടിയിൽ ബെഞ്ച് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിലിരുന്ന് നമുക്ക് വിശ്രമിക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു മാർബിളിൻ്റെ ഒരു ബെഞ്ചാണ് കണ്ടോ. അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ സെയിം ഇവിടെ കൊണ്ടുവരണം കണ്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം, അവിടെ നിന്നാണ് പോകേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഹട്ടുണ്ട് കേട്ടോ. സേഫ്റ്റിക്കുള്ള ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ അടുത്ത വീഡിയോയിൽ നമുക്ക് കൊട്ടവഞ്ചി സവാരി കാണാം കേട്ടോ.